നമസ്കാരം. C2's ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഭിന്നശേഷി ഉള്ള കുട്ടികൾക്കായി നടത്തി വരുന്ന സ്ഥാപനം. അദ്ദേഹമാണ് നമ്മുടെ മുതുകാട് സാറാണ് അത് മുൻകൈ എടുത്ത് അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. 14 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആർട്ടിലൂടെ എംപവർ ചെയ്യുക, കലാപരമായിട്ട് അവരെ ശക്തിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഈ അടുത്ത ദിവസങ്ങളാണ് അതിനെക്കുറിച്ചുള്ള നിരവധി വിമർശനങ്ങളും നിരവധി പരാതികളും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. പാരൻസിൻ്റെ പല രീതിയിലുള്ള വിമർശനങ്ങൾ നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ മെസ്സേജസ്, വാർത്തകളുടെ അടിയിൽ കൊടുത്തിരിക്കുന്ന കുറേ മെസ്സേജസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. യാതൊരു കഴമ്പുമില്ലാത്ത കുറേ ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഈ ഒരു വാർത്തകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് തൻ്റെ മാജിക് ജീവിതം തന്നെ, അത് മാജിക് എന്ന് പറയുന്ന തൻ്റെ ആ ഒരു തൊഴിൽ പ്രൊഫഷൻ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് മുതുകാട് സാറ് ഈ ഒരു കുട്ടികൾക്കായിട്ട് ജീവിതം സ്വന്തം സമർപ്പിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് ഒരു വീട് പോലും അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായിട്ടില്ല. ഉണ്ടായിരുന്ന 30 സെൻറ്റ് സ്ഥലവും ഭാര്യയുടെ പേരിലുള്ള സ്ഥലവും എല്ലാം അദ്ദേഹം ഈ കുട്ടികൾക്കായിട്ട് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം വാടക വീട്ടിലാണ് നിലവിൽ ജീവിക്കുന്നത്. പിന്നെ പണം ഉണ്ടാക്കാനാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. നമുക്ക് സാർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്ലേ ചെയ്യുകയാണ്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം. സാർ എത്രമാത്രമാണ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത്. ആ കുട്ടികൾ, ചിരിക്കാത്ത കുട്ടികൾ വരെ ചിരിപ്പിച്ച സാറാണ്. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചോ ആരെങ്കിലും? എത്രമാത്രം സന്തോഷമാണ് അവർക്കുള്ളത്, എത്രമാത്രം സ്നേഹത്തോടെയാണ് അദ്ദേഹം കുഞ്ഞുങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്, എത്രമാത്രം കരുതലോടെയാണ്, എന്തൊരു കെയറിങ് ആണ് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളോട്. കുഞ്ഞുങ്ങളുടെ സ്നേഹം കണ്ടോ? ഒറിജിനൽ സ്നേഹം കണ്ടോ? നിഷ്കളമായ കുഞ്ഞുങ്ങളുടെ സ്നേഹം കണ്ടോ? അദ്ദേഹത്തോടുള്ള എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ചാഞ്ഞ് കിടക്കുന്നത് കണ്ടോ നിങ്ങൾ കുഞ്ഞുങ്ങൾ? ഇത് കൂടുതൽ എന്താണ് വേണ്ടത്? ഇതല്ലേ ഏറ്റവും വലിയ തെളിവ്? വിമർശിക്കുന്നവർക്കുള്ള ഏറ്റവും മറുപടിയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആർക്കാണ് ഇത് സാധ്യമാകുക? ഈ വിമർശിക്കുന്നവർക്ക് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുമോ? വിമർശിക്കുന്നവർക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനായിട്ട് കഴിയുമോ? വിമർശിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കഴിയുമോ ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ? വിമർശിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കഴിയുമോ ഈ കുഞ്ഞുങ്ങളെ കലാപരമായി ഇങ്ങനെ നയിക്കുവാനായിട്ട്? നിങ്ങൾക്ക് സാധിക്കുമോ? ആ കുഞ്ഞുങ്ങളെ ഇതുപോലെ സന്തോഷിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? പിന്നെ എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കെതിരെ ആഞ്ഞടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കുന്നത്? ഈ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെ എന്തിനാണ് നിങ്ങളിങ്ങനെ വിമർശിക്കുന്നത്? ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കണക്കുകൾ വളരെ കൃത്യമാണ്. അദ്ദേഹം ഇതിൽ നിന്ന് 1 രൂപ പോലും അദ്ദേഹം എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. 1 രൂപ പോലും സാലറി വാങ്ങാതെയാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ കാഴ്ചവെച്ചിട്ടുള്ളത് സമൂഹത്തിന് വേണ്ടി, അതും ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവരും, ഭാര്യ അടക്കമുള്ളവർ ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. ഈ ഒരു പ്രവർത്തനം നമ്മൾ ഇന്ത്യക്ക് തന്നെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ ഒരു മോഡലായിട്ട്, ഒരു റോൾ മോഡൽ ആകണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളാണ്. മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററാണ്. അപ്പോൾ 7 സ്റ്റേജസ് ആയിട്ടാണ് അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത്രയും ഒക്കെ നമ്മൾ സമൂഹത്തിന് വേണ്ടി സ്വയം ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് ഗോപിനാഥ് മുതുകാട് സാറ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ ഉച്ചരിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് അതിനുള്ള അർഹത തന്നെ ഇല്ല. ഒരു ചെറിയൊരു സ്ഥാപനമായിക്കൊള്ളട്ടെ, അത് നടത്തിക്കൊണ്ട് പോകാനുള്ള അതിൻ്റെ ഒരു കഷ്ടപ്പാട്, എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഓരോ സ്ഥാപനം നടത്തുന്ന വ്യക്തികൾക്കറിയാം. ഇതിൻ്റെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇതൊരു റോൾ മോഡൽ ആവണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇതുപോലെയുള്ള കുട്ടികളെ പരിചരിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അത്
മാതൃകയാക്കി എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ചിട്ട് 40 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സേവനം വെച്ചിട്ടാണ് വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംസാരവും പെരുമാറ്റവും എല്ലാം അങ്ങനെ തന്നെയാണ്. അത്രയും ബന്ധങ്ങളുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നും അദ്ദേഹത്തെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് വ്യക്തികൾ അദ്ദേഹത്തിന് ഈ ഒരു അദ്ദേഹത്തിനെന്ന് പറയാൻ നമുക്ക് കഴിയില്ല, അദ്ദേഹത്തിനല്ല, ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ഈ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറെ വിഷമമുണ്ടാക്കിയ കാര്യം, ഞാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് സാമ്പത്തിക അഴിമതി നടത്തുന്നു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതാണ്. ഞാൻ 1 രൂപയെങ്കിലും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കഴിഞ്ഞ 27 കൊല്ലത്തിനിടയ്ക്ക് പേഴ്സണൽ ആവശ്യത്തിനായി എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. 27 വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിന് അമരത്തിരിക്കുന്നുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ ശമ്പളം കൈപ്പറ്റിയിട്ടില്ല. മാജിക് പ്ലാനറ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽപ്പെട്ട് വീട് പോലും വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായവനാണ് ഞാനും എൻ്റെ കുടുംബവും. ആ പണം മുഴുവൻ ഞാൻ കൊടുത്തത് ഈ സൊസൈറ്റിയിലേക്കാണ്. മാജിക് ഷോ നടത്തിയിരുന്ന കാലത്ത് കിട്ടിയ പണം മുഴുവൻ ഒഴുക്കിയത് ഈ സൊസൈറ്റിയിലേക്കാണ്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ചെറിയ ഫ്ലാറ്റിലാണ്. ഒരു 30 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലുണ്ടായിരുന്നത് ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് അവിടെ 16 വീടുകളുണ്ടാക്കി. ഇന്നവിടെ താമസിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ കുടുംബവും ആർട്ടിസ്റ്റുകളുമാണ്. 1 രൂപ പോലും അതിൻ്റെ പേരിൽ ആരിൽ നിന്നും ഇതുവരെ ഈടാക്കിയിട്ടില്ല. ഇനി എൻ്റെ ഭാര്യയുടെ പേരിലുള്ള 14 സെൻറ്റ് ഭൂമിയും ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി വാങ്ങി അവിടെ വീട് പണി പൂർത്തിയാക്കിയിട്ട് വരികയാണിപ്പോൾ. ഇതെല്ലാം കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു മോട്ടിവേഷൻ പരിപാടിക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് സംഘാടകർ എനിക്ക് തരാറുള്ള പണം പോലും, ഏതെങ്കിലും അവാർഡുകളുടെ ഭാഗമായിട്ടുള്ള സമ്മാനത്തുക പോലും ഈ സൊസൈറ്റിയിലേക്ക് കൊടുത്തോളൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. ജാലവിദ്യാ പരിപാടി നടത്തിയിരുന്ന കാലത്ത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള സുഹൃത്ത് ബന്ധങ്ങളിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന നൽകുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ട് റെസീറ്റ് കൊടുക്കുന്നു, കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് താല്പര്യമുള്ള പക്ഷം ഡൊണേഷൻ കൊടുക്കാനായിട്ട് ഇവിടെ തന്നെ പ്രത്യേക കൗണ്ടറുണ്ട്. അവിടെയും പണമായിട്ട് സ്വീകരിക്കുകയില്ല എന്നും എല്ലാം അക്കൗണ്ട് വഴിയേ പേ ചെയ്യാവൂ എന്നും എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അതിനുള്ള റെസീറ്റ് ആ നിമിഷം തന്നെ അവിടെ വെച്ച് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരു ആരോപണം, ഇവിടെ കാര്യമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഇല്ല എന്നും ഓട്ടിസം ബാധിച്ചവർ ഇല്ല എന്നും ഉള്ളവർക്കൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതുമാണ്. അതോടൊപ്പം ഞാൻ കുട്ടികളെ തട്ടിമാറ്റുന്നു എന്നതാണ്. ഇതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല, ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ടാണ് എനിക്കും ഇവിടുത്തെ അധ്യാപകർക്കും ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റുകൾക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളത്. നോക്കൂ, ഇത് ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററാണ് എന്ന് മനസ്സിലാക്കുക. കലാപരമായി കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഭിന്നശേഷി മേഖലയിലെ മുഴുവൻ പ്രശ്നങ്ങളും ഏറ്റെടുക്കാമെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്കൂളല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സാധാരണ സ്പെഷ്യൽ സ്കൂളുകൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ സാമൂഹ്യനീതി വകുപ്പിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ DDRSൻ്റെയോ ഗ്രാൻഡ് ഈ സ്ഥാപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സാധാരണ ഭിന്നശേഷിക്കാർ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാറുള്ള ഗ്രാൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ബോധ്യപ്പെടേണ്ടത്. ഇനി ഇതുകൂടി മനസ്സിലാക്കുക, ഇവിടുത്തെ കുട്ടികളുടെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഇതുവരെ 1 രൂപ പോലും ഫീസായോ മറ്റേതെങ്കിലും പേരിലോ വാങ്ങിയിട്ടില്ല. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും സൗജന്യമായിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഒരു തുക സ്റ്റൈപ്പൻഡായി മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. മുഴുവൻ യൂണിഫോമും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവർക്ക് വന്നു പോകാനായി വാഹനങ്ങൾ സൗജന്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് RCI അംഗീകാരമുള്ള ഉഗ്രൻ തെറാപ്പിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഇതും തികച്ചും സൗജന്യമാണ്. പുറത്തുനിന്ന് വരുന്നവർക്കും സൗജന്യമായിട്ട് തെറാപ്പി കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്കോ കുടുംബങ്ങൾക്കോ മാത്രമല്ല, പുറത്തുള്ള ഭിന്നശേഷി സ്ഥാപനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ സഹായം നൽകുന്നത് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കുട്ടികളെ പ്രദർശിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു ആരോപണം.
മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന ആളുകൾ ഈ മക്കളുടെ കലാവൈഭവം കാണാൻ വരുന്നതാണ് അവരിലുണ്ടാക്കുന്ന മോട്ടിവേഷനും മാറ്റത്തിനും കാരണമാകുന്നത് എന്ന് സർക്കാർ ഏജൻസിയായ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ശാസ്ത്രീയമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മക്കളെ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കുകയല്ല, സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത് എന്നാണ് ഈ സ്ഥാപനം ഉറച്ചും വിശ്വസിക്കുന്നത്. അപ്പോഴേ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന ലക്ഷ്യം സഫലമാവും. ആദ്യം വന്ന കുട്ടികൾ ഇന്നിവിടെ ഇപ്പോൾ എംപ്ലോയീസാണ്. അവരോരോരുത്തരും ഇതിനോടകം 9 ലക്ഷത്തോളം സാലറി മേടിച്ചു കഴിഞ്ഞു. ഒരു വിഭാഗം കുട്ടികൾ കമ്പ്യൂട്ടറിൽ ട്രെയിനിങ് നേടുന്നുണ്ട്. ഒരു വിഭാഗം കുട്ടികൾക്കായിട്ട് ഈ മാസം തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇതിലൂടെയെല്ലാം ഈ മക്കളെ സ്വയം പര്യാപ്തരാക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. ഇതിലപ്പുറം ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് ഗോപിനാഥ് മുതുകാട് സാറ്. ഈ കുഞ്ഞുങ്ങൾ അതായത് ഈ മാതാപിതാക്കളുടെ കാലശേഷം ഈ കുഞ്ഞുങ്ങൾ സ്വയം പര്യാപ്തമാവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എത്ര കുട്ടികളാണ് ഇന്ന് നല്ല രീതിയിൽ കലാപരമായിട്ട് വളർന്നു വന്നിരിക്കുന്നത്? എത്രയോ കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ നിന്നും കലാപരമായിട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഈ കുഞ്ഞുങ്ങളുടെ കലാപരമായ കഴിവുകൾ തെളിയിച്ചിട്ടുമുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ പേരൻസിന് ഇപ്പോൾ ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൽ ചിലപ്പോൾ എല്ലാ പേരൻസും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ വന്ന് അതിനെ വലിയ രീതിയിലാക്കി നമ്മൾ ഇന്നലത്തെ ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് സജിത വർമ്മ അവിടെ പഠിച്ച ഒരു കുട്ടിയുടെ പേരൻ്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സുനിത എന്ന് പറയുന്ന അവരും തമ്മിലുള്ള നമ്മളൊരു ചർച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വൺ സൈഡാണ് കേൾക്കുന്നത്. അത് ഏതൊരു കോണ്ടസ്റ്റിലാണ് മുതുകാട് സാറ് അവരോട് സംസാരിച്ചത്, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലേക്ക് സാറ് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വാക്കുകൾ ഉപയോഗിച്ചത് ഏതൊരു കോണ്ടസ്റ്റിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഒരു വൺ സൈഡ് മാത്രമുള്ള കാര്യങ്ങളെ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈ 1, 2, 3, 4 പേരൻസ് അല്ലെങ്കിൽ കുറച്ച് പേരൻസ് ഇത് ഏതൊരു സ്ഥലത്ത് പോയാലും ഉണ്ട്. നല്ല പ്രവർത്തനവുമായിട്ട് മുൻപോട്ട് പോകുന്ന അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ സ്ഥാപനത്തെ തകർക്കാനും ഒക്കെയുള്ള കുറേ ആൾക്കാർ എവിടെ ഉണ്ടാവും. അത് ഈ ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥാപനത്തിലും ഉണ്ടാകും. പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ ഒരുപാട് ഉയർത്തിയെടുക്കും, പിന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് താഴേക്കിടും. അതാണ് നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ ആൾക്കാർ ഇവിടെ കാപട്യം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഗോപിനാഥ് മുതുകാട് സാറിനെ പോലെയുള്ളവർക്ക് 2 മുഖം എന്ന് പറയുന്നത് എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? സാറിനെന്നും ഒരു മുഖം തന്നെയാണ്. ഈ ഗോപിനാഥ് മുതുകാട് സാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മുഖം തന്നെയുള്ളൂ. സാറിന് 2 മുഖമൊന്നുമില്ല. പല ആൾക്കാരും സാറിനെ വിമർശിക്കുന്ന കേട്ടു. മുഖം മൂടിയാണ് സാറിൻ്റെ ചിരി. അങ്ങനെ ഒരു മുഖം മൂടിയില്ല. സാർ എന്താണോ അതാണ് നമ്മൾ കാണുന്ന വ്യക്തിയും അങ്ങനെ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ചിരിക്കാത്ത കുട്ടികൾ വരെ ചിരിപ്പിച്ച സാറാണ്. ആ കുഞ്ഞുങ്ങൾ അവിടെ വന്നിട്ട്, ആ സ്ഥാപനം വന്നിട്ട്, മാജിക് പ്ലാനറ്റ് വന്നിട്ട് എൻ്റെ കുഞ്ഞിന് മാറ്റമില്ല എന്ന് ഈ പറയുന്ന ആരോപണങ്ങൾ ഉയർത്തിയ പേരൻസിന് പറയാൻ പറ്റുമോ? ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞ് ഈ സ്ഥാപനത്തിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞിന് മാറ്റമില്ല, അല്ലെ എൻ്റെ കുട്ടിയുടെ കഴിവുകൾ കണ്ടെത്തിയില്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരൻസ് ഉണ്ട്? നമ്മൾ ആവശ്യമില്ല അനാവശ്യമായ കുറേ പ്രചാരങ്ങൾ നടത്തി ഒരാളുടെ ഇമേജിനെ തകർക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ്. നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നവരെ പിന്തിരിപ്പിക്കുന്ന രീതിയിലാണ് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുക, അവരെ അടിച്ചിട്ട്. അങ്ങനെയൊന്നും തളരുന്നൊരു വ്യക്തിയല്ല ഗോപിനാഥ് മുതുകാട് സാറ്. ഒരിക്കലും അദ്ദേഹം തളരില്ല. അങ്ങനെ തകർന്നു പോകാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തൊരു ബിസിനസ് സ്ഥാപനമാണ് നടത്തുന്നത് എന്നാണ് ചില ആൾക്കാർ ഇവിടെ ചോദിക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സും ഇവിടെ നടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസയില്ല. പിന്നെ നിങ്ങൾ എന്ത് ബിസിനസ് എന്നാണ് പറയുന്നത്? അദ്ദേഹത്തിന് നേരെ ഉയർത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനീ പറയണത്. അദ്ദേഹം ബിസിനസ് സ്ഥാപനം നടത്തുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ബിസിനസ് അവിടെ നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണോ പൈസ മുഴുവൻ കൊണ്ടുപോകുന്നത്? അദ്ദേഹം എത്ര ഏക്കർ കോടികൾ സമ്പാദിച്ചു ഇതുവരെ? അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കൊണ്ട് മാത്രം അദ്ദേഹം ഇന്ന് കോടികൾ ഉണ്ടാക്കാമായിരുന്നു. കാരണം വിദേശത്ത് ഒരു മാജിക് പരിപാടി കിട്ടുക എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള എമൗണ്ട് കിട്ടും. അങ്ങനെ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് സത്യം പറഞ്ഞാൽ എത്രമാത്രം കോടികൾ ഉണ്ടാക്കാമായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ കുട്ടികളിലേക്ക് ഇറങ്ങി വന്ന് അവരോടൊപ്പം കൂടി അവരെ രക്ഷപ്പെടുത്തി കൈപിടിച്ച് ഉയർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചു അദ്ദേഹം.
ത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഗോപിനാഥ് മുതുകാട് സാറിനെ പോലുള്ള വ്യക്തികളുടെ മേൽ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, സാർ ഒരിക്കലും തളരില്ല. അനാവശ്യമായ വിമർശനങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നോളൂ, കുഴപ്പമില്ല, തളരുന്ന വ്യക്തിയല്ല. സാറിന് മനസ്സിനെ തളർത്താൻ കഴിയില്ല, പക്ഷേ അദ്ദേഹം ഒരു ഗുരുനാഥനാണ്, ഇത്രയും കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ഗുരുനാഥനാണ്. അതുകൊണ്ട് ആ ഗുരുനാഥൻ്റെ ശാപം മാത്രം നിങ്ങളിലേക്ക് എത്തരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു.